അപ്പോൾ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു മൈ ചാനൽ. നമസ്കാരം, വണക്കം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ട് ബാലയ്ക്കെതിരെ എലിസബത്ത് കുറേ നിർണായകരമായിട്ടുള്ള തെളിവുകളുമായിട്ട് സ്വന്തം ചാനലിൽ തന്നെ വീഡിയോസുമായിട്ട് രംഗത്ത് വന്നിരുന്നു. കുറേ കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി വന്നിട്ട് ഈ എലിസബത്തിനെതിരെ തന്നെ കസ്തൂരി എന്ന് പറഞ്ഞ ഒരു ഫേക്ക് ഐഡിയിൽ നിന്നും ധാരാളം നെഗറ്റീവ് കമൻസ് PR വർക്ക് ഉപയോഗിച്ചിട്ട് ബാല അതിൻ്റെ പിറകിൽ ബാലയാണെന്നുള്ളൊരു ആരോപണമൊക്കെ പുള്ളിക്കാരി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ആ കമൻസിൽ വന്ന കുറേ അധികം കമൻസ് വെച്ചിട്ട് വോയിസ് ഓവറിൽ തന്നെ അതിനെപ്പറ്റി ധാരാളം കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അത് 1 മണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോ ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തുവാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. പിന്നെ അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി പ്രധാനപ്പെട്ട വിഷയങ്ങൾ എലിസബത്ത് സംസാരിച്ചതിനെ കുറിച്ച് കൂടെ കുറച്ച് ഉൾപ്പെടുത്താം എന്ന് കുറച്ച് പേര് കമൻസിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ധാരാളം പേര് ഇതിനെക്കുറിച്ചിട്ടൊക്കെ അറിയാവുന്നവർ, റെഗുലറായിട്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളവർക്കൊക്കെ അതിനെക്കുറിച്ചിട്ട് അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇതുപോലെ തന്നെ ഈ വിഷയങ്ങളെക്കുറിച്ചിട്ട് അറിയാത്തവരും ഒരു വശത്ത് ഒരുപാട് പേരുണ്ട്. എന്താ നടക്കുന്നത്, ഇവരുടെ ലൈഫിലൊക്കെ പലതും കേൾക്കുന്നു. അതൊക്കെ കണ്ടു നിൽക്കുമ്പോഴേക്കും വളരെയധികം എന്തൊക്കെയാണ് ഇവർ കടന്നു പോകുന്ന ആ ലൈഫിലത്തെ അപ്സ് ആൻഡ് ഡൗൺസ് ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ഇപ്പോൾ പ്രധാനപ്പെട്ടായിട്ടും എലിസബത്ത് തന്നെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാലും ഇവരുടെ കല്യാണം, അതായത് ബാലയുമായിട്ടുള്ള എലിസബത്തിൻ്റെ വിവാഹം വീട്ടുകാർ നിശ്ചയിച്ചിരുന്ന രീതിയിലൊരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും വീട്ടിൽ നിന്നും ബാല ഇറക്കിക്കൊണ്ട് പോവുകയായിരുന്നു എലിസബത്തിനെ. അതിൽ വീട്ടുകാർക്ക് താല്പര്യമില്ലായിരുന്നു. എന്നിട്ടും അതിനെ അവഗണിച്ചിട്ടാണ് എലിസബത്ത് ബാലയുടെ കൂടെ പോയതാണ് എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പോൾ ഇവരുടെ വിവാഹമാണെങ്കിൽ രജിസ്റ്ററും ചെയ്തിട്ടില്ല. ബാല അത് രജിസ്റ്റർ ചെയ്യാൻ സമ്മതിച്ചില്ല. ഇതിന് മുമ്പിലുള്ള വീഡിയോസിൽ നമ്മൾ അതിനെക്കുറിച്ചിട്ടൊക്കെ സംസാരിച്ചിരുന്നു. കാരണം ബാലയ്ക്ക് ഒരുപാട് പെൺകുട്ടികളുമായിട്ടും ഇങ്ങനെ ബന്ധങ്ങളും ഉള്ളതൊക്കെ എലിസബത്തിന് അറിയാമെന്നും അതുപോലെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും തലയൂരാനും ലീഗൽ ഫോർമാലിറ്റീസൊക്കെ ചെയ്യാനായിട്ട് ഒരുപാട് നൂലാമാലകൾ ഉള്ളതുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. അപ്പോൾ നേരെ ബാല എലിസബത്തിനെ, അപ്പം എലിസബത്ത് എന്തായിരുന്നു വിചാരിച്ചതെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ഇറക്കിയിട്ട് തന്നെ എങ്ങോട്ട് കൊണ്ടുപോകുന്നെന്ന് എന്താണെന്ന് ഒന്നും വലിയ പിടിയിലായിരുന്നു. പക്ഷേ ബാല നേരെ സ്വന്തം വീട്ടിലോട്ട് കൊണ്ടുപോയി. അമ്മയുണ്ടായിരുന്നു അവിടെ. അപ്പോൾ പൂജാമുറിക്ക് മുമ്പ് വെച്ച് ഒരു താലിമാല അണിയിക്കായിരുന്നു ചെയ്തത്. അങ്ങനെ രജിസ്റ്റർ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു എന്നായിരുന്നു പുള്ളിക്കാരി പറയുന്നത്. പിന്നെ ബാലയുടെ വീട്ടിൽ വെച്ചിട്ട് ഒരുപാട് മോശമായിട്ടുള്ള രീതിയിലൊക്കെ എലിസബത്തിനോട് പെരുമാറി. അതിൽ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കകം ബാലയ്ക്ക് കരൾ രോഗമൊക്കെ വന്നിരുന്നു. അത് ഹോസ്പിറ്റലിൽ വെച്ച് വളരെ നല്ല രീതിയിൽ എലിസബത്ത് ശുശ്രൂഷിച്ചു ബാലയും എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ എലിസബത്ത് വേറൊരു കാര്യം ഇവിടെ തുറന്ന് പറയുന്നതിൽ എന്താണെന്ന് പറഞ്ഞാൽ, എലിസബത്തിന് ഇതുപോലെ ഒരു അസുഖം വന്നിരുന്നു. വളരെയധികം അതായത് ഹൈ ടെമ്പറേച്ചറൊക്കെ ആയിരുന്നു പുള്ളിക്കാരിക്ക്. അപ്പോൾ പുള്ളിക്കാരിക്ക് തന്നെ അറിയാമായിരുന്നു. കാരണം പുള്ളിക്കാരി ഒരു ഡോക്ടർ ആയതുകൊണ്ട് ഇത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട കേസാണ്. ബിക്കോസ് ഈ IV ഇതൊക്കെ ഫ്ലൂയിഡ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സ്റ്റേജിലോട്ടായിരുന്നു. അത്രയ്ക്ക് വീക്കായിരുന്നു പുള്ളിക്കാരി എന്നൊക്കെ പുള്ളിക്കാരിക്ക് അറിയാമായിരുന്നു. എന്നിരുന്നിട്ടും ബാല വന്നിട്ട് എലിസബത്തിനെ ഹോസ്പിറ്റലൈസ് ചെയ്യാനായിട്ടൊന്നും തയ്യാറായില്ല. അപ്പോൾ ഇത് എലിസബത്തിൻ്റെ വീട്ടുകാരൊക്കെ അറിഞ്ഞു. ബാലയോട് ചോദിച്ചപ്പോഴേക്കും അവൾക്ക് യാതൊരു അസുഖവുമില്ല, അതൊക്കെ അവൾ ചുമ്മാ പറയുന്നതാണ്. പിന്നെ അവൾക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വന്നാലും ഞാൻ അവളെ പൊന്നുപോലെ നോക്കിയില്ലേ എന്നൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോഴേക്കും വീട്ടുകാർക്ക് യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്, കാരണം ബാലയെ എലിസബത്തിൻ്റെ വീട്ടുകാർക്ക് നന്നായിട്ട് അറിയാം എന്നാണ് എലിസബത്ത് പറയുന്നത്. അപ്പോൾ വീട്ടുകാരൊക്കെ ഇടപെട്ടിട്ട് പിന്നീടാണ് ശുശ്രൂഷയൊക്കെ നടന്നതെന്നും പുള്ളിക്കാരിക്ക് കോവിഡിൻ്റെ ഒരു ഇതായിരുന്നു, ഇതിൻ്റെ കോവിഡ് വന്നിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് പുള്ളിക്കാരി അതിൽ നിന്നൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ 2019 പുള്ളിക്കാരി MBBS കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ മുമ്പോട്ട് പഠിക്കണമെന്ന് വല്ലാത്തൊരാഗ്രഹമുണ്ടായിരുന്നു. അതിന് രാത്രി പകലുമൊക്കെ ഉറക്കം വിളിച്ചിരുന്നു, കഷ്ടപ്പെട്ട് പഠിച്ചു, അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസൊക്കെ ചെയ്തു. പിന്നീട് ബാല വന്നിട്ട് അത് അറ്റൻഡ് ചെയ്യാനായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ PGയുടെ എൻട്രൻസ് അറ്റൻഡ് ചെയ്യാൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് അത് ചെയ്യാനായിട്ട്
ഒരു അവസരം ലഭിച്ചില്ല എന്നൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ചിട്ട് രണ്ടുപേരും സംസാരിച്ചതിൻ്റെ ഇടയിൽ പുള്ളിക്കാരിക്ക് നല്ലവണ്ണം നല്ല രീതിയിലൊരു അടി ബാലയുടെ കയ്യിൽ നിന്നും കിട്ടിയതായിട്ട് കുറച്ച് നേരം എന്താ നടന്നതെന്ന് പോലും ഒരു ഡോക്ടറായിട്ട് പോലും എന്താണ് സംഭവിച്ചത് എന്ന് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിപ്പോയി എന്നും ഒക്കെയായിരുന്നു പുള്ളിക്കാരി വളരെ വിഷമത്തോടെ പറയുന്നത്. കാരണം ഈ കസ്തൂരി എന്ന് പറയുന്ന ആ ഒരു ഐഡിയയിൽ നിന്നും ഇങ്ങനെ ഒരുപാട് കമൻസ് വന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു പരിധിവരെ ഇത്രയും സ്വന്തം വിവാഹ ജീവിതത്തിൽ നടന്നിട്ട് പോലും എലിസബത്ത് ഒന്നും പുറത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ ഇങ്ങനെ തന്നെപ്പറ്റി വളരെ മോശമായിട്ട് ബാല ഈ ഓരോ കമൻസൊക്കെ കൂടെ ഇരുന്ന് ഇതൊക്കെ ചെയ്യുന്നു എന്നാണ് എലിസബത്ത് പറയുന്നത് ആ വീഡിയോയ്ക്കകത്ത്. അതൊക്കെ സഹിക്കാൻ വയ്യാത്തൊരു സ്ഥിതി വന്നപ്പോഴാണ് അതിൽ കുറേ കമൻസൊക്കെ എടുത്തിട്ട് പുള്ളിക്കാരി അതിൽ പ്രതികരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ പ്രതികരിക്കുന്ന വീഡിയോയിൽ നിന്നാണ് ഇതിനെപ്പറ്റിയുള്ള ധാരാളം കാര്യങ്ങൾ പുള്ളിക്കാരി ഒന്നൊന്നായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് എലിസബത്തിൻ്റെ വീട്ടുകാർ വന്നിട്ട് എലിസബത്തിനോട് സ്വന്തം കാലിൽ നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ജോലിക്ക് പോകണം, അതിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കാനായിട്ട് പറഞ്ഞെങ്കിലും അതിനും പറ്റാതെ വന്നപ്പോഴേക്കും പിന്നെ വീട്ടുകാർ വന്നിട്ട് എലിസബത്തിനെയും വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോവുകയും കുറച്ച് ഇവർ പിരിഞ്ഞ് താമസിക്കാൻ ഇടവന്നു. അപ്പോൾ ആ ഇടയ്ക്ക് എലിസബത്തിന് ജോബിനൊക്കെ പോകാൻ സാധിച്ചു എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ആ ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഒരു വിഭാഗം പേര് ബാലയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ചിലരൊക്കെ പറയുന്നു ഒരുപാട് സ്ത്രീകളാണ് ബാലയ്ക്ക് സപ്പോർട്ടേഴ്സായിട്ട് കൂടെയുള്ളത്. എലിസബത്തിനെ എതിർത്തും ബാലയെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് പേരുണ്ട്. പിന്നെ തിരിച്ചും എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട്, കാരണം ഇവിടെ വന്നിട്ട് മലയാളികളായിട്ട് 2 പെൺകുട്ടികളെ, ആദ്യം അമൃത സുരേഷിനെയും പിന്നെ എലിസബത്തിനെയും രണ്ടുപേരെയും ഇങ്ങനെ ദ്രോഹിച്ചിട്ട് കടന്നു കളഞ്ഞല്ലോ ബാല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേർക്ക് മലയാളികൾക്കിടയിൽ ബാല വിരുദ്ധരായിട്ടുള്ള ധാരാളം പേര് മുമ്പിലുണ്ട്. പിന്നെ അടുത്തിടെ വന്നിട്ട് ബാല കോകില എന്ന് പറഞ്ഞ ഒരു ചാനൽ ഇവർ ബാല വൈഫ് കോകിലയും കൂടി ചേർന്ന് നടത്തുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ചെന്ന് പൊങ്കാല ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വളരെയധികം അവർ വന്നിട്ട് ബാലയെ എതിർത്തിട്ട് മുമ്പോട്ട് വരുന്നവരും ധാരാളം പേരുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഈ പിരിഞ്ഞിട്ട് പോലും വേറെ ഐഡിയയിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്നത്, മോശമായിട്ടുള്ള രീതിയിലൊക്കെ കമൻസ് ഇടുന്നത്, ബാലയെ വന്നിട്ട് എലിസബത്തിനെ കുറിച്ചിട്ട് വളരെ മോശമായിട്ട് ധാരാളം പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിൽ കുറേ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും മുഴുവനായിട്ടും ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഒരു താങ്ക്സ്, ഭയങ്കരമായിട്ട് നന്ദി പറയാനുള്ളത്. മറുനാടൻ മലയാളി ചാനലിൽ ഒരു ഇൻ്റർവ്യൂ പോലെ ഉണ്ടായിരുന്നു വക്കീലായിട്ട്. ആക്ച്വലി ഒരു എന്നെ മനസ്സിലാക്കിയ പോലെ എനിക്ക് തോന്നി ആ സംസാരം കേട്ടപ്പോൾ. അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കും എന്തെത്ര വൈകി ഇത് പറയാൻ വേണ്ടിയിട്ട്, ഇപ്പോഴാണോ പറയാൻ തോന്നിയത്? ഞാൻ ഈ പറഞ്ഞ തന്നെ ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ ഇനിയിപ്പോൾ ചിലപ്പോൾ പറയാൻ പറ്റിയില്ലെങ്കിലോ ഒന്ന് പേടിച്ചിട്ട് പറഞ്ഞ സാധനമാണ്. അതിന്ന് ഒരു കേസ് കൊടുക്കാൻ, ഞാൻ കേസ് കൊടുക്കുന്നില്ല എന്നൊന്നുമല്ല പറയണം, കേസ് കൊടുക്കാൻ കുറച്ചും കൂടി ധൈര്യം വേണം. അവിടെ ഇട്ടിട്ട് അവിടെ കുറച്ച് കളിപ്പിച്ച് അവിടുത്തെ കുറച്ച് കുറ്റങ്ങളും ഇതും കുറവുകളും ഒക്കെ പറഞ്ഞ് നമ്മളെ ഒന്ന് റാഗ് ചെയ്തിട്ടൊക്കെ വിട്ടിട്ട് ആണ് ഈ കേസ് പോകാൻ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുപോലെ തന്നെ അതേ സൈമൾട്ടേനിയസ്ലി പല സ്ഥലത്തും തട്ടുകളും പലതരത്തിലുള്ള ഭീഷണികളും ഒരുമിച്ച് നടക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതൊക്കെ ഫേസ് ചെയ്യാനൊരു ധൈര്യം വേണ്ടേ? അപ്പോൾ ആ ധൈര്യം ഉണ്ടാകുമ്പോൾ ഞാൻ എന്തായാലും വിട്ടോളും. പക്ഷെ ആ ധൈര്യം ഉണ്ടാവണ വരെ ഇത് പറയാണ്ടിരിക്കാൻ പറ്റില്ല എന്നെനിക്ക് തോന്നി. പിന്നെ ഞാൻ ഈ ചെയ്യുന്നതൊക്കെ അഗെയിൻസ്റ്റ് ലോ ആണെങ്കിൽ നിങ്ങൾക്ക് കേസ് എടുക്കാം. അപ്പോൾ പിന്നെ എനിക്ക് കുറച്ചും കൂടി എന്തായാലും കൂട്ടി പോകണം അല്ലെങ്കിൽ ജയിലിൽ പോകണം. അപ്പോൾ പിന്നെ അതിൻ്റെ ഒപ്പം പിന്നെ ബാക്കി കാര്യങ്ങളും കൂടി നടത്താം. അത് കുറച്ചും കൂടി ഈസിയാണ്. പക്ഷെ ഞാൻ എന്തായാലും അബ്സ്കോണ്ടിങ് ആയിട്ട് എങ്ങോട്ടും പോവില്ല. ഏത് രീതിയിലും വിളിച്ചാൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവും, അല്ലെങ്കിൽ കോർട്ടിൽ ഹാജരാവും. എങ്ങനെയാ വെച്ചാൽ സമൻസ് വീഡിയോ എന്താ വെച്ചാൽ എങ്ങനെയാ വെച്ചാലും ഞാൻ ഹാജരാവും. പിന്നെ 10 കോടിയൊക്കെ കോമ്പൻസേഷനൊക്കെ ചോദിച്ചാൽ എൻ്റെ കൊടുക്കാനില്ല, ഞാൻ ജയിലിൽ പോയിട്ട് കിടക്കും. അത് എനിക്ക് കുഴപ്പമില്ല. എനിക്ക് അതിലൊന്നും ഒരു നടക്കില്ല. ഇത്ര പറഞ്ഞിട്ടും ആർക്കും ഒരു ഇതും ഇല്ലാത്തൊരു സ്ഥലത്ത്
ഞാൻ ഈ പറഞ്ഞതൊക്കെ തെറ്റാണെങ്കിൽ എനിക്കൊരു 20 കൊല്ലം ജയിലിൽ കിടന്നാലും എനിക്കൊരു കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഈ ജീവിച്ച കാലം ജയിലിനെങ്ങാണ്ടും കൂടുതൽ എനിക്ക് തോന്നണ ജയിൽ ബെറ്റർ ആണെന്നാണ് എനിക്ക് തോന്നണത്. സോ എനിക്ക് ജയിലിൽ കിടക്കാൻ ബുദ്ധിമുട്ടില്ല. പിന്നെ ഞാൻ ഇത് സ്നേഹിച്ചിട്ട് കെട്ടിയതാണ്, പ്രേമിച്ച് കെട്ടിയതാണ് ഞാൻ. അപ്പോൾ ജയിലിൽ നമ്മൾ ഒരിക്കലും സ്നേഹിച്ചിട്ട് പോകണമല്ലോ. അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്താലും എക്സ്പെക്റ്റേഷൻ ഇല്ല. ഓക്കെ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇത് സത്യമല്ല എന്ന് വിചാരിക്കേണ്ട കാര്യം ഇല്ല. അല്ലാണ്ട് വേറൊന്നും വിളിച്ചു പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ ഒരു 2 കൊല്ലങ്ങളൊക്കെ ആയിട്ടാണ് ഇങ്ങനത്തെ കേസുകളും ഇതൊക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടാണ് ആ കാര്യത്തിൽ കുറ്റം പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, എനിക്ക് മനസ്സിലാവും ഇതിൻ്റെ ട്രോമ എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ എത്രമാത്രം പേടിപ്പിച്ചിട്ടുണ്ടാവും, അതുപോലെ തന്നെ ത്രെട്ടനിങ് ഉണ്ടാവും. അപ്പോൾ എന്തുകൊണ്ട് ഇതൊന്നും പുറത്ത് പറയാതിരുന്നതെന്നൊക്കെ മനസ്സിലാവും. പക്ഷേ ആ ത്രെട്ടനിങ്ങും ഇതും ഒക്കെ ബാക്കിയുള്ളവരും ഫേസ് ചെയ്യും. അതുകൊണ്ട് അവർക്കും പേടി ഉണ്ടാവും. അപ്പോൾ അവർക്കും ഇതുപോലെ തന്നെ കേസ് കൊടുക്കാനൊക്കെയുള്ള പേടികളും അതൊക്കെ മറന്നിട്ട് വേണം, കുറച്ച് സമയം എടുക്കും എന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ശ്രദ്ധിക്കണേ. കാരണം ആ മോതിരത്തിന്റെ പേരിൽ പല തവണയും കുഴപ്പമുണ്ടായിട്ടുണ്ട്. കാരണം ആ മോതിരത്തിന് 1 കോടി രൂപ വിലയുണ്ട് എന്നാണ് പുള്ളി പറയണത്. പുള്ളിയുടെ മോതിരാണ് എന്നാണ് പറയണത്. 1 കോടി രൂപ വിലയുണ്ട്, എന്തോ സംതിങ്, എന്തോ അതിൻ്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞു, അതൊക്കെ ഓർമ്മയില്ല നമ്മുടെ പ്രസ്തുത വ്യക്തി. അപ്പോൾ ആ സാധനം ഇങ്ങനെ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിഞ്ഞിട്ടും പല സമയത്തും കള്ളുപിടിച്ചിട്ട് തീരെ ബോധമില്ലാണ്ടാണല്ലോ ഇരിക്കണേ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇടും. അപ്പോൾ അത് കാണാണ്ടാവുമ്പോൾ നമുക്കാണ് ചീത്തയും മടിയൊക്കെ കിട്ടണത്. അപ്പോൾ 1 കോടി രൂപ സാധനമല്ലേ, നിനക്ക് അത് നോക്കിക്കൂടെ? ഭാര്യയല്ല, അല്ലാണ്ട് പിന്നെ നിനക്ക് എന്താ പണി? ഉള്ള പണിയൊക്കെ കളഞ്ഞിട്ട് അവിടെ ഇരുത്തിയിട്ട് അപ്പോൾ ആ മോതിരത്തിൻ്റെ സംഭവം വെച്ചിട്ട് കുറേ കുഴപ്പങ്ങളുണ്ടായി. പിന്നെ ഈ കേസ് ഉണ്ടായപ്പോഴാണ് ഈ സംഭവം വിട്ടുകൊടുത്തത് മോൺസനാണെന്ന് അറിയണേ. പിന്നെ നോക്കിയപ്പോൾ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് ഈ മോതിരങ്ങളുടെ, അതുപോലെ തന്നെ എന്തൊക്കെയോ ഗോൾഡ് ചെയിന്, അതുപോലെ തന്നെ എന്തൊക്കെയോ കുറേ അതൊക്കെ ഫുള്ള് കയ്യിലിടുന്ന ബാൻഡുകൾ എല്ലാം ഭയങ്കര കമ്പനി ബ്രാൻഡഡ് സാധനം പോലത്തെ സംഭവങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ സാധനമൊക്കെ ഗിഫ്റ്റ് കൊടുത്ത ഒരു കുറേ സെറ്റുകൾ തന്നെ അവിടെ ഉണ്ട്. എല്ലാതും പിന്നെ മോൺസൻ്റെ അവിടെ നിന്നാണും. പിന്നെ മോൺസൻ്റെ കേസ് വന്നപ്പോഴാണ് അതൊക്കെ അന്നൊക്കെ പറഞ്ഞ ഇതുപോലത്തെ വില കൂടിയ ഗിഫ്റ്റ് കിട്ടണമെങ്കിലും അതിനൊരു ക്ലാസ് വേണം, നിനക്കൊക്കെ ഇങ്ങനത്തെ ഗിഫ്റ്റ് കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് പുച്ഛിക്കാറുണ്ട്. അത് വേറെ കാര്യം. ഓക്കെ, നമുക്ക് അതുപോലത്തെ ഗിഫ്റ്റ് ഒന്നും തരാൻ ആരുമില്ല. നമുക്ക് തരികയാണെങ്കിൽ ആരെങ്കിലും ഡയറി മിൽക്കൊക്കെയാണ് ഗിഫ്റ്റ് തരിക. ബട്ട് ഐ ആം ഹാപ്പി വിത്ത് ദാറ്റ് ഡയറി മിൽക്ക്. പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഉണ്ടാവുന്ന സംഭവം ഇങ്ങനെ കേസൊക്കെ വന്നപ്പോൾ പിന്നെ ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻ്റർവ്യൂ വരുമ്പോൾ നമ്മളെ കൂടെ പിടിച്ചിരുത്തുകയാണ്. എൻ്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല, ഒരു പെണ്ണ് കൂടി ഇരിക്കുമ്പോൾ അധികം ചോദ്യം വരില്ല, കൂടുതൽ റേസ് ആവില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളതിനെ പിടിച്ചിട്ടിരുത്തുന്നത്. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്ര ഇഷ്ടത്തിലാണ് അവിടെ ഇരിക്കണേന്ന്. ഈവൻ റിപ്പോർട്ടർ ചാനലിലുള്ള സമയത്ത് നികേഷ് കുമാർ സാർ അതിൽ പറയുന്നുണ്ട് വൈഫ് വേണ്ട ഇൻ്റർവ്യൂവിന്, എന്നിട്ടും അതിൻ്റെ ഇടയിൽ എലിസബത്ത് കം ഹിയർ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ സ്വന്തം ബ്രദറായിട്ടുള്ള ആളുടെ കേസ് വന്നപ്പോഴുള്ള കേസാണ്. മാത്രമല്ല സ്വന്തം പേരിൽ കേസ് വരുന്ന പേടിച്ചിട്ട് ചെന്നൈ വീട്ടിൽ നിന്നും മാറി നിൽക്കാം എന്ന് ഇത് ചെയ്തിട്ട് ഒരു ദിവസം വേറൊരു പെണ്ണിൻ്റെ വീട്ടിൽ പോയിട്ട് മാറി നിൽക്കുന്നുണ്ട്. ആ പെണ്ണ് ആദ്യം വിളിച്ചപ്പോൾ ഇന്നെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പോയാൽ പിന്നെ ഇയാൾ ഒറ്റയ്ക്കാവില്ല. ഇനിയിപ്പോൾ അങ്ങനെയും കൂടി പോയാൽ ഈ സമയത്ത് എന്താ വെച്ചിട്ട് ഇനിയും കൂടി കൊണ്ടുപോയി, ആ പെണ്ണ് സമ്മതിക്കാണ്ടും ഇന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങനെ അവിടെ ഉള്ള സംഭവങ്ങൾ നടക്കണു. പിന്നെ എന്താ പറയുക, പിന്നെ ഞാൻ പറയാൻ വന്നത് ഒരു വെർസാസിൻ്റെ ഗ്ലാസിനെ പറ്റിയിട്ടാണ്. ഏറ്റവും വില കൂടിയ സൺഗ്ലാസ്സെന്നോ അല്ലെങ്കിൽ ഭയങ്കര റേറ്റ് എന്തോ 10,26,000 അങ്ങനെ എന്തോ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു റിവ്യൂ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, വെർസാസിൻ്റെ സൺഗ്ലാസ് ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഉറവിടവും ഈ മോൺസൺ മാവുങ്കൽ തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുകയാണെങ്കിൽ മോൺസൺ മാവുങ്കൽ കൊടുത്ത ഗിഫ്റ്റ് അല്ല അത് ആക്ച്വലി മോൺസൺ മാവുങ്കലിൻ്റെ ഡ്രൈവർ ഇയാളിനെ കസ്റ്റഡിയിൽ എടുത്തപ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്ന് അവരൊക്കെ ഓരോ സാധനങ്ങൾ മുക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിന്ന് ഒന്ന് എടുത്തിട്ട് ഇയാൾക്ക് കൊണ്ടുവന്നു. അപ്പോൾ എലിസബത്ത് വളരെയധികം വേദനയോടെയും വിഷമത്തോടെയുമാണ് ഇതിന് ഓരോരോ കമൻസൊക്കെ വായിച്ചിട്ട് പ്രതികരിക്കുന്നത്. പുള്ളിക്കാരിയാണെങ്കിൽ അങ്ങനെ വളരെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഓവറായിട്ട് ആക്റ്റീവായിട്ടൊന്നും ഇല്ല. പിന്നെ പുള്ളിക്കാരി തന്നെ കൊളീഗ് മൊത്തിട്ട് ട്രെയിനിലൊക്കെ വരുമ്പോഴേക്കും 2 പേരും കൂടെ ചേർത്ത് ഒരു സെൽഫി എടുത്തിടാം, ഈ കാമുകൻ്റെ ഒപ്പം നടക്കുകയാണെന്ന് ചുമ്മാ ഈ ബാലയുടെയും PR ഈ കമൻസിലും ഒക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ട്. പിന്നെ ബാല മുമ്പൊരിക്കൽ എലിസബത്തിനൊരു കാറ് സമ്മാനമായിട്ട് കൊടുത്തു എന്നും, എലിസബത്തിനാണെങ്കിൽ ഈ ഡ്രൈവിങ്ങിലൊക്കെ അത്രയ്ക്ക് ഒരു കമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഒരാളല്ല, അങ്ങനെ അധികം വണ്ടി ഓട്ടിക്കുന്ന ഒരാളല്ല. പക്ഷേ ഈ കാറ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എവിടെ പോയി എന്നുള്ളതിനെ പറ്റി ഒരു വിവരമില്ല എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. പിന്നെ കഴുത്തിലിട്ട ചെയിനൊക്കെ തിരിച്ചു വാങ്ങിച്ചു.
ഇങ്ങനെയൊക്കെ പുള്ളിക്കാരി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ പുള്ളിക്കാരിയുടെ വീഡിയോ ഇങ്ങനെ ഓരോന്നും വിഷമിച്ചിട്ട് പറഞ്ഞ് നീണ്ടു പോവുകയാണ്. അപ്പോൾ ഇതിൽ ആരുടെ ഭാഗത്താണ് ശരി, എന്താണ് ഇവിടെ എലിസബത്തിന് സംഭവിച്ച തെറ്റ്? അമൃതയും ഇതേ പ്രശ്നത്തിൽ തന്നെയായിരുന്നു ബാലയോടൊപ്പം ജീവിച്ചിരുന്നത്. അപ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് ഇങ്ങനത്തെ ഓരോരോ ബന്ധങ്ങളിൽ പോയി ചാടിയത്? പിന്നെ ബാലയുടെ സൈഡിൽ നിന്നും എന്താണ് ഇവർക്ക് നേരിടേണ്ട പ്രശ്നങ്ങൾ എന്നുള്ളത് ഇവർ രണ്ടുപേരും ഒരുപാട് വീഡിയോസിൽ ബാലയുടെ മോൾ ഉൾപ്പെടെ വന്നിട്ട് പലതും പറഞ്ഞിട്ടുണ്ടെങ്കിലും മോളെക്കുറിച്ചിട്ട് വീട്ടുകാർ തന്നെയാണ് ഈ ഓരോന്നൊക്കെ പറയിക്കുന്നത് എന്നുള്ളതും ഇങ്ങനെ ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പറയുന്നുണ്ടെങ്കിലും എലിസബത്ത് ആണെങ്കിൽ പാവം ഒരു പെൺകുട്ടിയാണ്. അപ്പം രണ്ടുപേർക്കും ഒരേ രീതിയിൽ ഒരിക്കലും തെറ്റ് സംഭവിക്കാനായിട്ട് ഇടയില്ല. അപ്പോൾ കുറ്റം ബാലയുടെ പക്ഷത്ത് തന്നെയാണെന്നുള്ളത് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും എന്നാണ് പൊതുവെയുള്ള എല്ലാവരുടെയും അഭിപ്രായം. ഒരുപാട് പേരിപ്പം ബാലയ്ക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയായാലും ഈ പറഞ്ഞ പോലെ സെലിബ്രിറ്റീസിൻ്റെ ലൈഫായാൽ ധാരാളം ഇങ്ങനത്തെ കാറും കോളും ഒക്കെ നിറഞ്ഞ ജീവിതമൊക്കെയാണ് ഇവരുടേത്. അപ്പോൾ അതിൽ പോയി ഈ പാവപ്പെട്ട പെൺകുട്ടികൾ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അവരുടെ ആ ചാം കണ്ടിട്ടാണോ എന്ത് ഉദ്ദേശത്തിലാണ് ഇതിലൊക്കെ ചെന്ന് കുരുങ്ങുന്നത് എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും അത് ഓരോരുത്തരുടെയും സമയത്തിനനുസരിച്ചിട്ട് നല്ല സമയവും ചീത്ത സമയവും ഒക്കെ കാണുമല്ലോ ഓരോരുത്തരുടെ ജീവിതത്തിൽ. അപ്പോൾ അങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ചുറ്റിലും ഇതൊക്കെ കാണാനും കേൾക്കാനും പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സോഷ്യൽ മീഡിയ പണ്ടത്തെ കാലത്ത് ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പല സംഭവങ്ങൾ നടക്കുമ്പോഴേക്കും അത് എല്ലാവരിലോട്ടും എത്താനായിട്ടുള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നു. ഇന്നൊക്കെയാണെങ്കിൽ എന്ത് കാര്യം വന്നാലും അതുടനെ സോഷ്യൽ മീഡിയയിൽ അതിനെക്കുറിച്ചിട്ടുള്ള വാർത്തകൾ ഉടനെ വരാറുണ്ട്. എല്ലാവരിലോട്ടും ഈ വാർത്തകളൊക്കെ എത്തിച്ചേരാറുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എലിസബത്തിൻ്റെ ഭാവി ഇനിയെങ്കിലും എലിസബത്ത് PGക്ക് പഠിക്കുകയും ഇഷ്ടപ്പെട്ട കരിയറിൽ തന്നെ തുടരാനായിട്ട് ഉള്ളൊരു സാഹചര്യം പഴയതൊക്കെ മറന്നുപോയ മുറിവുകളൊക്കെ മനസ്സിൽ നിന്നും മാറാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ജീവിതമല്ലേ മുമ്പോട്ട് പോകണ്ടേ? എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നാലും കാലം മുമ്പോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇതിൽ നിന്നുമൊക്കെ വെളിയിൽ വന്നിട്ട് ഒരുപാട് ഡിപ്രഷനൊക്കെ അനുഭവിക്കുന്ന ആളാണ് എലിസബത്ത്. അപ്പോൾ അതിൽ നിന്നൊക്കെ പുറത്ത് വന്നിട്ട് ഒരു നല്ല ജീവിതം ഇനിയെങ്കിലും എലിസബത്തിന് ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നു ഇതിൽ ഈ സംഭവത്തിൽ എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ ആത്മാർത്ഥമായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സ് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇതുവരെ വീഡിയോ വാച്ച് ചെയ്തതിന് വളരെയധികം നന്ദി. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.